ഹലോ നമസ്കാരം, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് കേരളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മേക്കിംഗ് അല്ല കേട്ടോ, അതിന് പകരം ഒരു ആൾട്ടറേഷനാണ്. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? നമ്മുടെ അംഗനവാടി ഉപ്പുമാവ്. നമുക്കിതിനൊന്ന് ആൾട്ടർ ചെയ്താലോ, എന്നിട്ടൊരു കിടിലൻ ഐറ്റം ആക്കി മാറ്റാം. ഞാൻ കയ്യിൽ കിട്ടിയതൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ഉള്ളി, ഒരു കിഴങ്ങ്, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, ഒരു പച്ചമുളക്, 2 മുട്ട, ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഈ 2 മുട്ട ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് ചിക്കിയെടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ എണ്ണയിലേക്ക് തന്നെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതിട്ടിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉള്ളിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഉള്ളി ഇവിടെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി വഴറ്റാം. ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിടി കറിവേപ്പില ഇടുന്നുണ്ട്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കി വെച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം. ഒരൽപ്പം മല്ലിയില കൂടി.
എത്ര ഹെൽത്തിയാന്ന് പറഞ്ഞാലും നമ്മുടെ കുട്ടികൾ ഈ ഗോതമ്പ് ഉപ്പുമാവൊന്നും കഴിക്കാനുള്ള സാധ്യതയില്ല അല്ലേ. നമുക്കതിന് പകരം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, ഉറപ്പായും അവർക്കത് ഇഷ്ടപ്പെടും. നമ്മുടെ അംഗനവാടി ഉപ്പുമാവ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതാ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയി കഴിഞ്ഞു. നല്ല മണമൊക്കെ വരുന്നുണ്ട്, നല്ല സ്വാദുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം.